ഇസ്ലാം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ മുസ്ലിങ്ങൾ എപ്പോഴും ഭയന്നും മറിഞ്ഞും നമസ്കരിക്കുമായിരുന്നു. ആ കാലത്ത് ഖുറൈശികൾ വൻ ശക്തിയും സ്വാധീനവും പുലർത്തുന്നവരായിരുന്നു. എന്നാൽ ഒരാൾ ഇതിനിടയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം മാത്രം ഭീതിയും ബഹുമാനവും ജനിപ്പിക്കുന്ന ഒരാളായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല. അതായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ധൈര്യവും ഉറച്ച നിലപാടും നിറഞ്ഞ ഈ വ്യക്തി സത്യം നേരിടാൻ എപ്പോഴും സന്നദ്ധനായിരുന്നു. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ഒന്നും തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന് സഹിക്കാനായില്ല. ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു ഒറ്റയ്ക്ക് ആരും കാത്തു നിൽക്കാതെ വാളുകൊണ്ട് നേരെ കഅബയുടെ മുന്നിലേക്ക് നടന്നു. ചുറ്റുമുണ്ടായിരുന്ന ഖുറൈശി നേതാക്കൾ ഞെട്ടി. ഉമർ റളിയല്ലാഹു അൻഹു അവരെ നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, "ഞാൻ ഇസ്ലാം സ്വീകരിച്ചു." ഒരു നേതാവ് അപ്പോൾ തന്നെ ചാടി എഴുന്നേറ്റ് ചോദിച്ചു, "ഉമർ, ഇസ്ലാം സ്വീകരിച്ച് നീ ജീവിച്ചു കൊണ്ടിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ?" ഉമർ റളിയല്ലാഹു അൻഹു ദേഹത്ത് ചേർന്ന് നിന്ന് അദ്ദേഹത്തെ നോക്കി പറഞ്ഞു, "എന്നെ ഒന്ന് തൊട്ടു നോക്കൂ. ഇന്നും തന്നെ നിങ്ങളുടെ അമ്മമാർ കരഞ്ഞുകൊണ്ടിരിക്കും." വെല്ലുവിളിച്ച ഖുറൈശി നേതാവ് അടക്കം ആർക്കും തന്നെ ഒന്നും ചെയ്യാനായില്ല. ഒരാളും മുന്നോട്ട് വരാനുമില്ല. പിന്നെ മുസ്ലിങ്ങളുടെ ദിശയിൽ തിരിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, "നമ്മൾ സത്യത്തിന്മേലാണ്, പിന്നെ എന്തിന് ഒളിച്ചു നമസ്കരിക്കണം?" അദ്ദേഹം നേരെ കഅബയിലേക്ക് നടന്നു. മുസ്ലിങ്ങൾ രണ്ടായി നടന്നു. ഒന്ന് ഹംസ റളിയല്ലാഹു അൻഹു നയിച്ചു, മറ്റൊന്ന് ഉമർ റളിയല്ലാഹു അൻഹുവും. ആ കാഴ്ച കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, "ഉമർ ഇസ്ലാം സ്വീകരിച്ചതോടെ ഞങ്ങൾ ശക്തരായി."